എൻ്റെ പേര് അഭിലാഷ്. എൻ്റെ പേര് ഹിമ. അപ്പോൾ ശരിക്കും പറഞ്ഞ് ഞങ്ങൾ ജസ്വിൻ എന്നാണ് എൻ്റെ മോൻ്റെ പേര്. 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നുള്ള ഒരു ടോട്ടൽ കൺഫ്യൂഷനാണ് നമ്മൾ ജോർജ് ജോസഫിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ പുള്ളിയോട് സംസാരിച്ച സമയത്ത് തന്നെ പുള്ളിക്കാരൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യണം, ഞാൻ ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് എടുക്കണം. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ പറ്റി ഞാൻ കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. എന്താണ് ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ്? അപ്പോൾ ഞാൻ ആദ്യം പുള്ളിയോട് ചോദിച്ചത് ഇതിനു വേണ്ടി ട്രെയിനിങ് വല്ലതും ആവശ്യമുണ്ടോ, അതല്ലാതെ കോച്ചിങ്ങിന് വല്ലതും ഉണ്ടോ? പിന്നെ ഈ കോച്ചിങ് അങ്ങനെയൊന്നുമല്ല, ഒരു കുട്ടി എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പുള്ളി ഈ ആറ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ പറ്റി ശരിക്കും നമുക്കാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ശരിയാണ്, അങ്ങനെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ മാത്രമേ എന്താണ് അവൻ്റെ ഉള്ളിലുള്ളത് ഇപ്പം. പക്ഷേ അതിൻ്റെ A to Z അതെങ്ങനെ ഏത് ലിങ്കിൽ പോകണം, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ക്ലിയറും വ്യക്തമായിട്ടും ക്ലിയറായിട്ടും പുള്ളി നമുക്ക് പറഞ്ഞു തന്നു. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഈ ആറ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ പറ്റി ഞാൻ അറിയുന്നതും അങ്ങനെ എൻ്റെ മോനെ കൊണ്ട് ഞാൻ ആ ടെസ്റ്റ് എഴുതിക്കുന്നത്. പിന്നെ ജോർജ് ജോസഫ് സാറ് എനിക്ക് പരിചയമുള്ള ആൾക്കാർക്കെല്ലാം ഞാൻ പുള്ളിക്കാരനെ റെക്കമെൻഡ് ചെയ്യും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിള്ളേരുടെ അഭിരുചിയെക്കുറിച്ച് ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് ശരിക്കും നമുക്ക് വലിയ പിടിയൊന്നും ഉണ്ടാവില്ല. അതല്ലാണ്ട് ശരിക്കും അവർക്ക് എന്താണോ വേണ്ടതെന്നുള്ളത് നമ്മൾ അവരോട് ചോദിക്കാറില്ല. അപ്പോൾ ഇത് വെച്ച് ശരിക്കും അതുകൊണ്ട് നമുക്കാണ് ശരിക്കും ഒരു എന്താ വേണ്ടത്, നമുക്ക് പിള്ളേരുടെ കരിയറിനെ കുറിച്ച് ശരിക്കും ഒരു ബോധം വേണ്ടത് നമുക്കാണെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ഇത് എനിക്ക് ജോർജ് ജോസഫ് തന്നെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്കത് തിരിച്ചറിഞ്ഞത്. കുട്ടിക്ക് എന്ത് വേണമെന്നും അതെങ്ങനെ വേണമെന്നും ഏത് സമയത്ത് വേണമെന്നും നമ്മൾ ടെൻഷൻ പാതി ഒഴിവാകുന്നില്ല. കാരണം വെച്ചാൽ നമുക്ക് അവരെപ്പറ്റി ഒരു ക്ലിയർ ആയിട്ടുള്ള പിക്ചർ ജോർജ് ജോസഫ് സാർ നമുക്ക് തരും. അപ്പം നമുക്ക് ശരിക്കും നമ്മുടെ പിള്ളേരുടെ മുകളിലൊരു കോൺഫിഡൻസ് ലെവൽ കൂടുകയാണ്. അത് തന്നെയല്ല പിള്ളേർക്കും കൂടും. അപ്പോൾ അവർ തന്നെ ചിന്തിക്കും ഞങ്ങൾക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നു. അതിന് ഈ ഗൈഡ് ലൈൻസ് കൊടുക്കാൻ ശരിക്കും ഞങ്ങളെ പ്രാപ്തരാക്കിയത് തന്നെ ജോർജ് ജോസഫ് സാറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ്. അത് എനിക്കുള്ള അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അതിന് മെയിൻ കാരണം ഇതാണ്. കാരണം നമുക്ക് നല്ലൊരു ഐഡിയയും നമ്മുടെ പിള്ളേർക്കൊരു കോൺഫിഡൻസും എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, എന്ത് വേണമെങ്കിലും സംസാരിക്കാം, അവർക്കുള്ള ഡൗട്ടുള്ളത് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യാൻ ഒരു മെൻറ്റോറായിട്ടൊരാൾ അത് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പോൾ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം കരിയറിനെ കുറിച്ചുള്ള എന്ത് ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് തരാൻ അല്ല